നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ശബരിമലയിൽ ശരിദൂരമാണ്, അത് രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ട എന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പെരുന്നേലെത്തി പുഷ്പാർച്ചനയും നടത്തി. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മന്നം ജയന്തി ദിവസമായ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ആരംഭിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരടക്കം നിരവധി ആളുകളാണ് ഈ പുഷ്പാർച്ചന നടത്താനായി ഈ സമാധി മണ്ഡപത്തിൽ എത്തിയത്. BJP കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ നേതാക്കളായ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ അടക്കം പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ എത്തി പുഷ്പാർച്ചന നടത്തി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ VV രാജേഷും രാവിലെ തന്നെ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. 11 മണിയോടെയാണ് ജയന്തി സമ്മേളനം ആരംഭിച്ചത്. അതിനു മുമ്പ് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് NSS ജനറൽ സെക്രട്ടറി വീണ്ടും വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റേത് സമദൂരം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ശബരിമല വിഷയത്തിലാണ് ശരിദൂരം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നത്. എന്തായാലും നിലവിൽ ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് NSS എടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം സിറിയക് തോമസ് ആണ് മന്നം ജയന്തി സമ്മേളനം അല്പസമയങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു ഈ പുഷ്പാർച്ചനയ്ക്കടക്കം ഉണ്ടായിരുന്നത്.